ഹലോ, yahyas കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെട്ടിനാട് മട്ടൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു മട്ടൻ കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കൂടി നിങ്ങളൊന്ന് മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിന് വേണ്ടതെന്ന് നോക്കാം. ഞാനിവിടെ ഒരു 3/4 കിലോ മട്ടൻ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കുള്ള മസാല ഒന്ന് റെഡിയാക്കി എടുക്കണം. ഇനി ഇതുപോലെ ഒരു പാനിലേക്ക് ഒരു 7 വറ്റൽമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചമല്ലി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 2.25 ടേബിൾ സ്പൂൺ പച്ചമല്ലിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ പെരിഞ്ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി 1 ടീസ്പൂൺ കുരുമുളക് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് എരി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇനി ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ ബിരിയാണി ജീരകം ചേർത്ത് കൊടുക്കാം. ഇനി ഒരു 1/4 ടീസ്പൂൺ നമ്മൾ കറിക്കരിക്കണ ജീരകം ഉണ്ടല്ലോ, അതൊന്ന് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഒരു 7-8 ഏലക്ക ഇട്ട് കൊടുക്കാം. ഇനി ഒരു 3 ഗ്രാമ്പു എടുത്തിട്ടുണ്ട്, ഒരുപാടാവരുത്. ഇനി 1 ഇഞ്ച് വലുപ്പത്തിലുള്ള പട്ട ചെറുതായിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചെടുത്തതാണ്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഇത് ചൂടാക്കുന്ന നേരത്ത് ഒരുപാട് തീയിട്ട് കൊടുക്കല്, മീഡിയം തീയിലിട്ട് മാത്രം നിങ്ങളിതൊന്ന് ചൂടാക്കി എടുക്കുക. അല്ലെങ്കിൽ കരിഞ്ഞു പോയാൽ കറിക്ക് ആ ഒരു ടേസ്റ്റ് കിട്ടത്തില്ല. ഇത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് കുറച്ച് തേങ്ങ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ ഒരു 1/4 കപ്പ് തേങ്ങ ചേർത്ത് കൊടുക്കുകയാണ്. അതെല്ലാം കൂടി നന്നായിട്ട് നമുക്കൊന്ന് വറുത്തെടുക്കാം. നല്ലൊരു മണം വരുന്നത് പോലെ ഇതുപോലെ ചെറു തീയിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കണം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ കശകശയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി, കറിക്കൊരു നല്ല ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് ലാസ്റ്റ് ചേർത്ത് കൊടുത്താൽ മതി, കാരണം ചെറുതായതുകൊണ്ട് പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ തേങ്ങയും ഇതൊക്കെ നന്നായിട്ട് ചൂടായ ഒരു മണം വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി അതേ അളവിൽ തന്നെ നമുക്ക് 1 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതും ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കാം. ഇനി തീ ഓഫ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കണം. തണുത്തതിന് ശേഷം ഇതാ ഇതുപോലെ ഒരു മിക്സിയിലേക്ക് ആക്കിയിട്ടുണ്ട്. അപ്പോൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെള്ളം ചേർക്കാതെ ഇതുപോലെ ഒന്ന് പൊടിച്ചെടുക്കുക. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ അതാണ്ട് ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് അടിച്ചെടുക്കണം. അപ്പോൾ ഇനി ഞാനിവിടെ കുക്കറിലാണ് ചെയ്തെടുക്കുന്നത്. കുക്കർ ഒന്ന് ചൂടാകുമ്പോഴേക്കും അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ചെയ്തെടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഞാനൊരു പട്ടയുടെ ഇല ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി 2 സവാള നീളത്തിനരിഞ്ഞത്, ഒരു 2 പച്ചമുളക്, അതെല്ലാം കൂടി ഇതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കുകയാണ്. ഇതിട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 2-3 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ ഉള്ളി ഒന്ന് നന്നായിട്ട് വഴന്ന് വരാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ സവാള ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയതിന് ശേഷം ഞാൻ ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അത് രണ്ടും കൂടെ ഒരുമിച്ച് മിക്സിയിലൊന്ന് അടിച്ചെടുത്തതാണ്. അപ്പോൾ അത് രണ്ടും ഒരേ അളവിൽ തന്നെയാണ് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമുക്ക് അതിൻ്റെ ഒരു പച്ച മണം മാറുന്നത് വരെ ഇതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ഈ ഒരു പരുവാകുമ്പോഴേക്കും നമുക്കിതിലേക്ക് ഒരു പഴുത്ത തക്കാളി ചേർത്ത് കൊടുക്കാം. അതും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അങ്ങ് വഴറ്റി കൊടുക്കണം. അപ്പോൾ നന്നായിട്ടൊന്ന് വഴഞ്ഞ് വന്നതിന് ശേഷം നമ്മൾ അടിച്ച് വെച്ചിട്ടുള്ള നമ്മൾ അരപ്പുണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അരിക്കുന്ന നേരത്ത് നന്നായിട്ട് ആ അരപ്പൊന്ന് അടിഞ്ഞ് കിട്ടണം, തരിയൊന്നും പാടില്ല. ഇനി നമുക്ക് എടുത്ത് വെച്ചിട്ടുള്ള മട്ടൻ പീസുകളൊക്കെ ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾ മട്ടൻ കഴുകുന്ന സമയത്ത് കുറച്ച് വിനാഗിരിയും ഉപ്പും ചേർത്ത് കഴുകുകയാണെങ്കിൽ അതിൻ്റെ ആ ഒരു സ്മെല്ലൊക്കെ ഉണ്ടാവുമല്ലോ, മട്ടനൊക്കെ ആകുമ്പോൾ ഒരു സ്മെല്ലുണ്ടാവും,
അതൊക്കെ ഒന്ന് മാറിക്കിട്ടേ നന്നായിട്ട് അതിൻ്റെ ബ്ലഡൊക്കെ ഒന്ന് പോയി കിട്ടും. നമുക്ക് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. കാരണം മട്ടണിലേക്ക് അരപ്പൊക്കെ ഒന്ന് പിടിച്ച് കിട്ടട്ടെ. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ മിക്സിയിൽ ബാക്കിയിരിക്കുന്ന അരപ്പിലേക്ക് മിക്സിയിൽ കുറച്ചൊക്കെ പറ്റിയിരിക്കുന്നുണ്ടല്ലോ, അതിൽ കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചിട്ടൊന്ന് കലക്കി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് ഒഴിക്കില്ല, ഒരു 1/2 കപ്പ് വെള്ളം മാത്രം മതി കേട്ടോ. മട്ടൻ ആയതുകൊണ്ടൊന്ന് നന്നായിട്ട് വെന്ത് കിട്ടണം. അതുമല്ല കുറച്ച് ഗ്രേവി പരുവത്തിൽ ഇതൊന്ന് കിട്ടുകയും വേണം. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കതങ്ങ് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ പല കുക്കറിനും പല അളവായിരിക്കും വേവാനായിട്ട്. അപ്പോൾ നമ്മൾ മട്ട ഒരുപാട് അങ്ങ് വെന്തുടഞ്ഞ് പോകരുത്. അപ്പോൾ എനിക്കിവിടെ ഒരു 4 വിസിലായപ്പോൾ തന്നെ മട്ടൻ ഒന്ന് വെന്തിട്ടുണ്ടായിരുന്നു. എന്തങ്ങ് ഉടഞ്ഞു പോയിട്ടൊന്നുമില്ല കേട്ടോ. ഈ ഒരു പരുവത്തിനാണ് കിട്ടേണ്ടത്. കണ്ടോ, ഇതുപോലെയാണ് നമ്മളെ കറി ഇരിക്കേണ്ടത്. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. അപ്പോൾ മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5 മിനിറ്റ് കൂടെ ഒന്ന് അടുപ്പത്ത് വെച്ച് ചൂടാക്കി എടുക്കണം. അപ്പോൾ ഒരുപാട് വെള്ളമായി പോരുത്. ഈ ഒരു പരുവത്തിന് തന്നെ ഇരിക്കണം, എന്നാലേ ആ കറിക്കൊരു ടേസ്റ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ 5 മിനിറ്റിന് ശേഷം നമുക്ക് തീ ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നമ്മളുടെ ചെട്ടിനാട് മട്ടൻ കറിയുടെ റെഡിയാണ്. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കൂടി മറന്നു പോകരുത്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത് ഒരു കുഞ്ഞ് ബെല്ലൈക്കൺ വരുമല്ലോ, അപ്പോൾ അതിലൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷനും കൂടെ വരും. നിങ്ങൾ അതിലും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് അപ്പോഴായിട്ട് കിട്ടത്തുള്ളൂ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ഓക്കെ ബൈ.